ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വാസത്തോടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നാട്ടിലോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. തീരുമാനമല്ല, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതേ മുന്നേ ആയിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തലേദിവസമാണ്, പോകുന്നതിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. വീഡിയോയിലത്തെ ഒരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങൊക്കെ നൈറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ടിഫിനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ചപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ചെറിയ ഇഡ്ഡലി ഉണ്ടല്ലോ, ഈ ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആണ് ഇങ്ങനത്തെ ഇഡ്ഡലി. അതിൽ നെയ്യും കാരപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ദോശകളും കിട്ടും. നമ്മുടെ നാട്ടിലുണ്ട്, എനിക്കറിയാം. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ദോശയും ടിഫിനൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മോർണിംഗ് ആണ്. അപ്പോൾ ഇഡ്ഡലി ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ കേരള ഇഡ്ഡലി. ഇനി ചിക്കൻ കറി വയ്ക്കാനുള്ളതും വറക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നൈറ്റ് ഫുഡ് ട്രെയിനിൽ നിന്ന് വാങ്ങണ്ടല്ലോ, നമുക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോവുകയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ കുട്ടികൾ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തു കൊടുക്കണം എന്നുള്ള ഭയങ്കര നിർബന്ധമൊന്നുമില്ല. അവർക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് കഴിച്ചോളും, അത് ചെറിയ മോളായാലും വലിയ ആളായാലും. അപ്പോൾ ഞാൻ കുക്കിംഗ് തിരക്കിലാണ്. ഞാൻ നോൺ വെജൊക്കെ പിടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഗണപതിയുടെ ലഡു ഉണ്ടല്ലോ, നമ്മൾ ലേലം വിളിച്ച ലഡു, അതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് എന്താ പറഞ്ഞു, ആളത് പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഈ ലഡു കൊടുക്കണം. കാരണം ഇവിടെ വെച്ചിരുന്ന ലഡു അല്ലേ, അപ്പം അങ്ങനെ നമ്മൾക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടിയ ആൾ നമുക്കൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്പൂൺ ആവശ്യമുള്ളൂ കേട്ടോ, കുറേയൊന്നുമില്ല. കാരണം ഇത്രയല്ലേ ഉള്ളൂ. അത് അപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും ഓരോ സ്പൂൺ കൊടുക്കണം. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഈ ലഡു എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ വെതറും. അത് വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെതറുന്നത് അത് ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ പരിപാടികളൊക്കെ എന്തായാലും ഹസ്ബൻഡ് എടുത്തു ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറി ആയി. ഫിഷ് കറി അച്ഛനുള്ളതാണ്. കാരണം 2 ദിവസത്തേക്ക് ഞങ്ങൾ പോയാലും അച്ഛന് കഴിക്കാനുള്ളതാണ്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിലോട്ട് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള തിക്കും തിരക്കാണ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാവട്ടോ. നാട്ടിലോട്ട് പോവല്ലേ, ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ കുറേ കളിക്കാമല്ലോ. ഒരാഴ്ച ലീവ് എടുത്തിട്ടാണ് പോണേ. കാരണം ഇവിടെ ഓണമില്ല, ആന്ധ്രയിൽ ഓണമില്ല. നിങ്ങൾക്കറിയാലോ, ആന്ധ്രയിൽ പൂജ ഹോളിഡേയ്സിനാണ് ഇനി ഇവർക്ക് നെക്സ്റ്റ് മുടക്ക് കിട്ടുക. അപ്പോഴായിരിക്കും ഇവർ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുക. നമ്മുടെ ഓണപ്പരീക്ഷമാതിരി പൂജ ഹോളിഡേയ്സിൻ്റെ എക്സാമും കാര്യമൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷനാണ്, വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വന്നപ്പോൾ ടൈം ഭയങ്കര ലേറ്റായി. അതായത് ട്രെയിൻ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പോസ്റ്റായി. ഇനി ട്രെയിനിലോട്ട് കയറി കേട്ടോ. ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് സൈഡ് സീറ്റ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈഡ് സീറ്റിലിരുന്നിട്ട് ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിന് ചെറുതായിട്ട് ഇതിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് ഇൻഫെക്ഷനും ആയി. ആക്ച്വലി ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം കേട്ടോ ഫുഡ് ഇൻഫെക്ഷൻ ആയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണമായിരുന്നു, എന്നിട്ട് പോലും ഫുഡ് ഇൻഫെക്ഷൻ ആയി. കഴിച്ചാൽ ഞങ്ങൾ 3 പേർക്കും കുഴപ്പമില്ല. ഹസ്ബൻഡിന് മാത്രം എങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ ആയി എന്നറിയില്ല. ഇനി ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഞങ്ങളിപ്പോൾ ഒരു 9:30 മോർണിംഗ് 9:30ക്ക്, തലേദിവസം 3:30ക്ക് കയറിയ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു 9:30 ആകുമ്പോഴത്തേക്കും നാട്ടിലെത്തും. അപ്പോൾ ഇത് പാലക്കാട് നിന്ന് വാങ്ങിച്ച പഴംപൊരിയാണ്. മുന്നിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവിടുത്തെ പഴംപൊരി നല്ലതാണെന്ന്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ അവരും വാങ്ങിച്ചു, ഞങ്ങൾക്കും വാങ്ങിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിക്കാം. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. ഞാനും എൻ്റെ ഒരു ചെറിയ മോള് മാത്രമേ കേട്ടോ അത് കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ തൃശ്ശൂരെത്തിയപ്പോൾ ഇതാ ഹസ്ബൻഡിൻ്റെ അനിയനാട്ടാ. ഹസ്ബൻഡ് അനിയൻ ഞങ്ങളെ കൊണ്ടുവരാൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവരുടെ പാപ്പനെ. അവരോട് പോയി കെട്ടിപ്പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ വഴിക്ക് തന്നെ എന്തെങ്കിലും ചെറുതായി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് പോകാൻ. കാരണം വയറ്റിലൊന്നുമില്ല, ഷിവറിങ് വരാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാതെ. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനുള്ള ടൈമില്ല. ഇതും പുറത്തെ ഫുഡാണെന്ന് അറിയാം, പക്ഷേ രക്ഷയില്ല, ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണ്ടേ. അപ്പോൾ വേഗം തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂരുള്ള ഹോട്ടലിൽ കയറിയതാണ്. ഞാൻ ഈ കപ്പയാട്ടോ വാങ്ങിയത്. പക്ഷേ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ഒരു തരി പോലും കഴിക്കാൻ പറ്റിയില്ല. ഒരു വായ കഴിച്ചപ്പോഴത്തേക്കും ആൾക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയതിന് ശേഷം എന്താ പറയുക, ട്രിപ്പൊക്കെ ഇട്ട് കിടന്നു. ആ കഥകളൊന്നും ഇതിൽ ആഡാക്കുന്നില്ല. അതിനൊക്കെ ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത്. ആക്ച്വലി ഒരു 3 മണിയുടെ അടുത്തായിട്ടുണ്ട്. കാലത്ത് 9:30ക്ക് വന്നതാണ്. ഇതാണ് ഹസ്ബൻഡിൻ്റെ വീട്. ഇതിൻ്റെ ബാക്കിലാട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ വീട്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ തറവാട് വീടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അവിടെ കയറി അമ്മേനെയൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
വന്നപ്പോഴേക്കും അനിയൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിലാട്ടോ അവരൊക്കെ. കുട്ടികൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് വീട്ടിലോട്ട് വാങ്ങാനുണ്ടായിരുന്നു, ഭക്ഷണം വെക്കാനുള്ളതൊക്കെ. ആ സാധനങ്ങളൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരാഴ്ച നമ്മൾ നാട്ടിലുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ. അതിന് ശേഷം വീണ്ടും ഞാൻ തറവാട്ടിലേക്ക് വന്നത്. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ ഹസ്ബൻഡിന് കഞ്ഞിയല്ലേ പറ്റുള്ളൂ, ഇനി ലൈറ്റ് ഫുഡല്ലേ, കഞ്ഞിയും ഫിഷ് കറിയും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് അമ്മ പറഞ്ഞേ. കാരണം മോർണിംഗും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, വൈകുന്നേരത്തേക്കും ഒക്കെ അമ്മ ഇന്നാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലും യാത്രയും ഒക്കെ കാരണം കൊണ്ട്. അപ്പോൾ കുട്ടികളും ഞാനും ഒക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഈ ഊഞ്ഞാലുണ്ടല്ലോ, ഈ ഊഞ്ഞാൽ ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആട്ടോ. എപ്പോഴും ആ ഊഞ്ഞാലിലാണ് എല്ലാവർക്കും കളി. ആ ഊഞ്ഞാലിന് തല്ലുകൂടും, കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കും, ഇങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡിന് വെറുതെ കഞ്ഞിയും ഒരു ഉപ്പേരി മാത്രമാണ് കഴിക്കണേ. അപ്പം ഞാൻ കുറച്ച് കറിയും മീനും എടുത്തിട്ടുണ്ട്. ആക്ച്വലി എന്താ പറയുക, കഴിക്കാനുള്ളൊരു മൈൻഡില്ല. കാരണം നമുക്ക് കുറേ ലേറ്റായിരുന്നു, 3 മണിയൊക്കെ ആയിരുന്നു. പക്ഷേ കാലത്തൊന്നും കഴിച്ചില്ലല്ലോ, ഒരു പഴംപൊരി മാത്രമല്ലേ ഞാൻ കഴിച്ചുള്ളൂ എന്ന് വെച്ചാൽ ഞാനും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടാ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് അനിയൻ്റെ മോന്. അവനത് ഇട്ടിട്ട് കുറച്ച് ഷോക കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, കുഞ്ഞു കുട്ടിയാണ്, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ കുറച്ച് ഷോയൊക്കെ കണ്ട് ഹാപ്പിയായി. ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ കടന്നിട്ടില്ല കേട്ടോ, ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ വാവ അതിൽ കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. അവൻ വെറുതെ ഇരുന്ന് ആടുന്നതാണ്. പിന്നെ ഈ കാണുന്നതാട്ടോ, ഈ ബാക്കിൽ കാണുന്നതാണ് വീട്. അമ്മ അവിടെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.